നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. UP സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതിയ കവിതയ്ക്കുള്ള പ്രതിഫലം മണി ഓർഡറായി വന്നതും കൊണ്ട് പോസ്റ്റ്മാൻ ക്ലാസ് റൂം അന്വേഷിച്ച് വന്ന് നമുക്ക് തരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരായാലും ഞെട്ടിപ്പോവില്ലേ? UP സ്കൂളിൽ പഠിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കവിയെ ഒരു പൊതുയോഗ സ്ഥലത്ത് വെച്ച് കണ്ട് താൻ എഴുതിയ കവിത ഏൽപ്പിച്ച് ഒന്ന് വായിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ട് മടങ്ങി. ദിവസങ്ങൾ കഴിയും മുമ്പ് കവിത നന്നായിട്ടുണ്ട് എന്നുള്ള അഭിനന്ദന കത്ത്, കവിയുടെ കൈപ്പടയിൽ എഴുതിയ അഭിനന്ദന കത്ത് നമ്മൾ അന്വേഷിച്ച് വന്നാലും നമ്മൾ അഭിമാനിക്കും ഇല്ലേ? താൻ എഴുതിയ പാട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തപ്പോൾ ആ പാട്ടിലെ ആദ്യ വാക്ക് തന്നെ തൻ്റെ സ്വന്തം വീടിനിടുക, ലക്ഷാർച്ചന എന്ന് വീടിന് പേരിട്ട കവിയെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. അദ്ദേഹം എഴുതിയൊരു പാട്ടിലെ ആദ്യത്തെ വരിയാണ് ലക്ഷാർച്ചന. എന്തിനു വിളിച്ചു ചോദിക്കണമല്ലേ? ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്നുള്ള പാട്ടിൻ്റെ ഗാനരചയിതാവ് അദ്ദേഹത്തിന് വീട് വെച്ചപ്പോൾ, ഇപ്പോൾ എൻ്റെ ഗുരുനാഥനായ ഹരികുമാർ സ്വന്തമായ ഒരു വീട് വെച്ചപ്പോൾ ആ വീടിന് സുഹൃതം എന്നാണ് പേരിട്ടത്. അതുപോലെ അദ്ദേഹം എഴുതിയ പാട്ടിൻ്റെ ആദ്യത്തെ വാക്ക് ലക്ഷാർച്ചന എന്ന് പേരിട്ടു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിൽ കാണണം, ഒരു പ്രാവശ്യം നേരിൽ കാണണം എന്നാശിച്ച മലയാള സിനിമയിലെ പകരം വയ്ക്കാൻ ഇല്ലാത്ത സംഗീതകാരനെ തൻ്റെ പേനയിൽ നിന്നും ഉതിർന്നു വീഴുന്ന വാക്കുകളിലൂടെ വിസ്മയിപ്പിച്ച കവി കൊല്ലത്തെ അരിക്കച്ചവടക്കാരൻ ചെട്ടിയാരായിട്ട് പരിചയപ്പെടുത്തുക, അത് വിശ്വസിച്ചിരിക്കുമ്പോൾ താനൊരു തനി മങ്കൊമ്പുകാരൻ ശുദ്ധാത്മാവ് ആയിപ്പോയല്ലോ എന്ന് കളിയാക്കി കവി തന്നെ ചെട്ടിയാർ ആരാണെന്ന് വിശദീകരിക്കുമ്പോൾ എന്നോട് പൊറുക്കണം എന്ന് ക്ഷിപ്രകോപിയായ സംഗീതകാരനോട് പറഞ്ഞ് കാൽക്കൽ വീഴുക. നാളുകൾ കഴിയുമ്പോൾ ആ സംഗീതകാരൻ തൻ്റെ വരികൾക്ക് സംഗീതം നൽകുക. ബാഹുബലി പോലുള്ള അന്യഭാഷാ സിനിമകളിൽ കഥാപാത്രങ്ങൾ പറയുന്നതും പാടുന്നതും മലയാളത്തിൽ തന്നെയാണ് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമാകുന്ന വിധം മൊഴിമാറ്റം നടത്തിയിരുന്ന മിടുക്കനായ സിനിമകളുടെ ഡബ്ബിംഗ് നടത്തിയിരുന്ന മനുഷ്യൻ, കവി, നിരൂപകൻ, പരിഭാഷകൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, പത്രാധിപർ തുടങ്ങി വ്യത്യസ്തമായ എഴുത്തിൻ്റെ ലോകത്ത് വിരാജിക്കുകയും അവിടെയെല്ലാം തൻ്റെ കയ്യൊപ്പ് ചാർത്താൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ 78ാമത്തെ വയസ്സിൽ ഒരു വീഴ്ചയുടെ കാരണം പറഞ്ഞ് 2 ദിവസം മുമ്പ് ഈ ലോകം വിട്ടുപോയി. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളിനെ അറിയാമായിരിക്കും. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അനുഗ്രഹീതനായ കവിയായിരുന്നു, ഗാനരചയിതാവായിരുന്നു. 80-90 പടങ്ങളിൽ ആയിട്ട് ഒരു 100-500 പാട്ട് എഴുതിയിട്ടുള്ള ആളാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങി, നാട്ടിൻ പുറത്തൊരു യുവതി എന്നുള്ള പാട്ട് കേട്ടാൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷാർച്ചന കണ്ടു മടങ്ങും നേരം, എത്ര ശ്രീകോവിൽ ചുവരുകൾ ഇടിഞ്ഞു വീണു, പാലരുവി നദിയിൽ പണ്ടൊരു പൗർണമി രാവിലെന്നുള്ള പാട്ട്, പാലരുവി നടുവിൽ പണ്ടൊരു പൗർണമാസി രാവിൽ തോണിക്കാരിയാം മത്സ്യഗന്ധിയെ മാമുനിയൊരുവൻ കാമിച്ചു. പാലരുവി നടുവിൽ പണ്ടൊരു പൗർണമാസി രാവിൽ തോണിക്കാരിയാം മത്സ്യഗന്ധിയെ മാമുനിയൊരുവൻ കാമിച്ചു. ഒരുപാട് പാട്ടുകൾ, സൂപ്പർ ഹിറ്റുകളായ പാട്ടുകൾ എഴുതിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. എൻ്റെ വ്യക്തിപരമായ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ നാളായി എന്നെക്കൊണ്ട് ഒരു സീരിയൽ സംവിധാനം ചെയ്യിക്കാനായിട്ട് സിനിമയിലും സീരിയലിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നോട് ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യും, ചേട്ടൻ ഇങ്ങനെ യൂട്യൂബിൽ ഒതുങ്ങിപ്പോകരുത്, നമുക്കൊരു സീരിയൽ ചെയ്യാൻ ചേട്ടനൊരു കഥയുണ്ടാക്കി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്നുള്ള അവരുടെ ഒരു ബയോഡേറ്റയും വെച്ച് തന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിരന്തരമായി എന്നെ വിളിച്ച് എന്നെ ഒന്ന് ഉറക്കം തൂങ്ങിയിരിക്കാതെ ഒന്ന് അഗ്രസീവ് ആക്കാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സീരിയലിൻ്റെയൊക്കെ ചാനലിൽ ചുമതലയുള്ളവരെയൊന്നും കാലെ പിടിക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ, ഞാനില്ല. ജീവിതം ദുസ്സഹമാണെങ്കിലും
ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഇപ്പം തന്നെ 3 എപ്പിസോഡ് ഏഷ്യാനെറ്റിൻ്റെ അകത്ത് നടക്കുന്ന പിരിച്ചുവിടലും അവിടെ നടന്നിരുന്ന കൊള്ളരുതായ്മയൊക്കെ കുറിച്ച് ഞാൻ ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകാർക്കും നമ്മളെ ഒരു ചുവപ്പ് വരയിട്ടിരിക്കാം. എനിക്കതൊരു പ്രശ്നമൊന്നുമല്ല. ചേട്ടൻ നിന്ന് തന്നാൽ മതി. കാര്യങ്ങളെല്ലാം ഞാനൊരാളെ കൊണ്ട് റെഡിയാക്കിക്കൊള്ളാം. പ്രൊഡ്യൂസർ നല്ലൊരു സെറ്റപ്പിലുള്ള ആളാകണം എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടൻ്റെ ഈ കഥയുണ്ടെങ്കിൽ ആ കഥയുടെ ഒരു വള്ളിയും തരിക. ഇല്ല എങ്കിൽ നമുക്കൊരു തമിഴിലോ ബംഗാളിലോ തെലുങ്കിലോ ഒക്കെ വന്നൊരു സീരിയലിൻ്റെ കഥ ചാനൽ തരും, അതിനെ റീമേക്ക് ചെയ്താലും മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ സുഹൃത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരെക്കൊണ്ട് നിങ്ങൾ ശരിയാക്കും എന്ന് എനിക്കൊരു ആകാംക്ഷ തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാളൊരാളിൻ്റെ പേര് പറഞ്ഞു. ഞങ്ങളുടെ ആര്? മങ്കമ്പു ഗോപാലകൃഷ്ണ സാറിനെ കൊണ്ട് ഞാൻ ഓക്കെ ആക്കിക്കൊള്ളാം. കാരണം ചാനലുകൾക്കൊക്കെ ബഹുമാനിതനാണ് മങ്കമ്പു ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ റെഡിയാക്കി തരാമെന്ന് അദ്ദേഹം എന്നോട് ഏറ്റു എന്നാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നോട് പറഞ്ഞത്. ഇനി ചേട്ടനാണ് താല്പര്യം കാണിക്കേണ്ടത്. നിർമ്മാതാവിൻ്റെ ബയോഡേറ്റയും ഒരു കൺസേണും കഥയുടെ 1 ലൈനും ഇപ്പം ശരിയാക്കി തരാമെന്ന് പപ്പുവാശാൻ ഏതൊരു പടത്തിൽ പറഞ്ഞതുപോലെ, വെള്ളാനകളുടെ നാട്ടിൽ പറഞ്ഞല്ലോ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു. പക്ഷേ കാര്യം നീണ്ടങ്ങ് പോയി, ഒന്നും ശരിയാക്കിയില്ല. മങ്കമ്പ് ഗോപാലകൃഷ്ണ സാർ പോവുകയും ചെയ്തു. അപ്പോൾ ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഖക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുത്തു. മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഖക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുത്തു. അധരം കൊണ്ടധരത്തിൽ അമൃതു നിവേദിക്കും. അധരം കൊണ്ടധരത്തിൽ അമൃതു നിവേദിക്കും. അസുലഭ നിർവൃതി അറിഞ്ഞു ഞാൻ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ, മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു. മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു. ഈ പാട്ടാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. ഈ ഒരു പാട്ട് മതി ഗാനരചനാ രംഗത്ത് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ എന്ന പ്രതിഭയെ മലയാളി ഓർക്കാൻ. ഈ ഒരു പാട്ട് മതി. ഒരു മലയാളിയല്ല സംഗീതം നൽകിയത് എന്ന് തോന്നിപ്പിക്കാത്ത ലാവണ്യത്തിൽ ശങ്കർ ഗണേഷ് എന്ന സംഗീത സംവിധായകൻ, അയലത്ത് സുന്ദരി എന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയിലെ പാട്ടാണ്. ജയഭാരതിയുടെ മുഖത്ത് നോക്കി നസീർ സാർ സ്ക്രീനിൽ പാടിയിട്ട് 51 വർഷം പിന്നിട്ടു. ഇന്നും ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടത് കാമുകന്മാർക്കെങ്കിലും ഇന്നും ചിരപരിചിതമാണ്. സൂപ്പർ ഹിറ്റാണ് ഈ പാട്ട്. 16-17 വയസ്സുള്ളപ്പോൾ തന്നേക്കാൾ 2-3 വയസ്സ് മൂത്ത ബന്ധുവായ ഒരു സുന്ദരിയെ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ മനസ്സിൽ പ്രേമിച്ച കാലം. മാതൃഭൂമിയിലെ ബാലപന്തിയിൽ മാത്രമല്ല വേറെ എന്തിലൊക്കെയോ അദ്ദേഹം കുട്ടിക്കവിതകൾ എഴുതുന്ന കാലം. അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണനോട് ആ പെൺകുട്ടിക്കും ഒരിഷ്ടം തോന്നുക സ്വാഭാവികം. ബാലപന്തിയിൽ പ്രസിദ്ധീകരിച്ച കവിതയുടെ പ്രതിഫലം 10 രൂപയോ 15 രൂപയോ മണി ഓർഡറായി മാതൃഭൂമിയിൽ നിന്ന് വരുന്നത്, സ്കൂളിൽ കൊണ്ടുപോയി പോസ്റ്റ്മാൻ കൊടുത്തിരുന്നതൊക്കെ വാർത്തയായതിനാൽ പെൺകുട്ടിക്ക് ആരാധനയ്ക്കുള്ള വകയുണ്ടല്ലോ. ആ അടുപ്പം നിശബ്ദ പ്രണയമാകുന്ന പ്രായവുമാണല്ലോ. പാട്ടെഴുതാൻ സംവിധായകന് കഥാസന്ദർഭം വർണ്ണിച്ചപ്പോൾ മങ്കമ്പിൻ്റെ മനസ്സിൽ ആ ചേച്ചിയുടെ രൂപം തെളിയുക സ്വാഭാവികം. മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ മല്ലീശ്വരൻ്റെ പൂവമ്പ് കൊണ്ടു എന്നും മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഖക്ഷതം കൊണ്ട് ഞാൻ കവർന്നെടുത്തുവെന്നും. എനിക്ക് ആ മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരിയെ പറ്റി പറഞ്ഞപ്പോൾ ആൻ്റണി ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സിനിമയിലൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. എൻ്റെ നല്ല ബന്ധമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരു 8-10 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല.
ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സിനിമയിൽ, അക്കാലത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എൻ്റെ മുഖം മുഴുവൻ മുഖക്കുരു ഉണ്ടായിരുന്നു. ഞങ്ങൾ നാളെ എടുക്കാൻ പോകുന്ന സീൻ ആർട്ടിസ്റ്റുകളുടെ കാര്യം, ലൊക്കേഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആന്റണി ഇരിഞ്ഞാലക്കുട നല്ല ഈ സ്ത്രീകൾ വളർത്തുമ്പോൾ നഖം വളർത്തി വെച്ചിട്ടുണ്ട്. ഈ നഖം വെച്ച് എൻ്റെ മുഖത്തിരിക്കുന്ന മുഖക്കുരുവിനെ ഇങ്ങനെ ഞെക്കും. നല്ല സുഖമാണ്. പക്ഷേ പിന്നെ പിൽക്കാലത്ത് മുഖം മുഴുവൻ വസൂരിക്കല പോലെ വന്നു. ആന്റണി പൊട്ടിച്ച് മങ്കമ്പ് സാറിൻ്റെ ഈ വരികൾ കേൾക്കുമ്പോൾ മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഖക്ഷതം കൊണ്ട് ഞാൻ കവർന്നെടുത്തത് ആന്റണി ഇരിഞ്ഞാലക്കുട ഞാൻ ഓർക്കാറുണ്ട്. അതരം കൊണ്ട് അതരത്തിലെ അമൃത് നിവേദിച്ചതും ഒക്കെ മങ്കമ്പ് സാർ വച്ച് കാച്ചിയ വരികളാണ്. പാട്ട് കാലാതിവർത്തിയായ സൂപ്പർ ഹിറ്റായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായി വെച്ച വീടിന് ലക്ഷാർച്ചന എന്ന് പേരിട്ടു. ഹരൻ സാറാണ് മങ്കമ്പിന് കൂടുതൽ അവസരങ്ങൾ കൊടുത്തതെന്ന് തോന്നുന്നു. പ്രേം നസീറിനെയും ജയഭാരതിയെയും ശ്രീവിദ്യയെയും പ്രധാന വേഷക്കാരാക്കി. ത്രിലോക് ചന്ദറിൻ്റെ രാമു എന്ന് പറഞ്ഞ തമിഴ് സിനിമ ബാബുമോനാക്കിയല്ലോ ഹരൻ സാർ. അപ്പോഴും മങ്കമ്പിൻ്റെ പാട്ടുകളായിരുന്നു ബാബുമോനിലുണ്ടായിരുന്നത്. പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളിക കാടുന്ന പാട്ടും, വളുവനാട്ടിലെ പുള്ളുവത്തി, വനവള്ളിക്കുടലിന് പ്രിയപുത്രി എന്ന് പറഞ്ഞ ആ പാട്ടും അടക്കം 5-6 പാട്ടുകൾ ഈ ബാബുമോനിലുണ്ടായിരുന്നു. അവയിൽ നാടൻ പാട്ടിൻ്റെ മരിശീല കിലുങ്ങി, നാട്ടിന് പുറത്തൊരു യുവതി, അവളുടെ പ്രിയ സഖി, എനിക്ക് നീയൊരു നവവധു, നമുക്കെന്നും മധുവിധു എന്നുള്ള പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി. അവളുടെ പ്രിയ സഖി, എനിക്കു നീയൊരു നവവധു, നമുക്കെന്നും മധുവിധു. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി. അല്ലേ, ഈ പാട്ട് മനോഹരമായ പാട്ടല്ലേ? ഈ സിനിമയിൽ ബാബുമോനായി മാസ്റ്റർ രഘുവിൻ്റെ പ്രകടനം വർഷം 50 കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. സംസാരം പോകുന്നതാണ്. അമ്മയെ ബലാത്സംഗം ചെയ്യാൻ വന്ന വില്ലൻ ജോസ് പ്രകാശാണെന്ന് തോന്നുന്നു. വീടിനകത്തിട്ട് തീ കൊളുത്തുന്നതൊക്കെ കാണേണ്ടി വന്ന ഹതഭാഗ്യനായ കുട്ടിയാണ്. അച്ഛൻ പട്ടാളക്കാരൻ ലീവിന് ഒരുമ കാണുന്നത് ഊമയായി ഈ മകന് പറയാൻ പറ്റാതെ നിൽക്കുന്നതാണ്. അവനും ഒരു പട്ടിയും. നല്ല രസമുള്ള സിനിമയായിരുന്നു ബാബുമോൻ. മങ്കമ്പിൻ്റെ വിവാഹം കഴിഞ്ഞ് അധികം നാളാകുന്നതിന് മുമ്പ് ബാബുമോന് പാട്ടെഴുതാൻ പോയപ്പോൾ എനിക്ക് നീയൊരു നവവധു, നമുക്കെന്നും മധുവിധു എന്നൊക്കെ എഴുതി തൻ്റെ പ്രേയസിയെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ നൊമ്പരം ചേർത്ത് വെച്ചു ഈ പാട്ടിൽ. പാട്ടാണെങ്കിൽ സൂപ്പർ ഹിറ്റായി മാറി. 1970 പാട്ടെഴുതാനുള്ള അവസരം മങ്കമ്പിന് ഒത്തുവന്നത്. പ്രശസ്ത ഗായകൻ, പിന്നണി ഗായകൻ ഉദയഭാനുവിൻ്റെ സഹോദരൻ ചന്ദ്രമോഹൻ മങ്കമ്പിൻ്റെ സഹമുറിയനായിരുന്നു. നായകനാകുക എന്ന സ്വപ്നത്തിൽ ജീവിക്കുന്ന മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാൾ ചന്ദ്രമോഹൻ്റെ സുഹൃത്താണ്. അവസരങ്ങൾ ഒത്തുവരാതെ പോയപ്പോൾ ഒരു പടം നിർമ്മിച്ച്, കഥ എഴുതി, തിരക്കഥ എഴുതി, സംവിധാനം ചെയ്ത്, നിർമ്മിച്ച് അഭിനയിച്ച് കളയാം എന്ന് മാത്യൂസ് തീരുമാനിക്കുകയും അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. തൻ്റെ സഹമുറിയന് ഒരു പാട്ടെഴുതാനുള്ള അസ്കിതയുണ്ടെന്നും ഒരു പാട്ടെങ്കിലും മാത്യൂസ് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവസരം ഉറപ്പിച്ചു മങ്കമ്പ്. വി ദക്ഷിണാമൂർത്തിയാണ് സംഗീതം. അഷ്ടമി പൂന്തിങ്കളെ എന്നെ അനുരാഗ മലർത്തിങ്കളെ എന്ന പാട്ടെഴുതി യേശുദാസ് പാടി. കേട്ടവർക്കെല്ലാം ഇഷ്ടമായി. ആ പാട്ട് നല്ല ഹിറ്റാവുമെന്ന് കണ്ടപ്പോൾ മാത്യൂസ് ആ പടത്തിലുള്ള ബാക്കി 3 പാട്ടുകളും കൂടി മങ്കമ്പിനെ ഏൽപ്പിച്ചു. അതാണ് ആദ്യത്തെ സിനിമ. കൂട്ടുകാരി എന്നാണ് പടത്തിന് പേരിട്ടത്. അങ്ങനെയാണ് പടം തുടങ്ങിയത്. പക്ഷേ പടം 3 വർഷം കഴിഞ്ഞ് 1994 പുറത്തു വന്നത്. അപ്പോൾ അലകൾ എന്ന് പേര് മാറ്റി. അതിനു മുമ്പ് തന്നെ മങ്കമ്പ് എഴുതിയ സിനിമകൾ തിയേറ്ററിലെത്തി. 1971 പുറത്തു വന്ന വിമോചന സമരം എന്ന ചിത്രമാണ് മങ്കമ്പിൻ്റെ തിയേറ്ററിലെത്തിയ ആദ്യ സിനിമ. മോഹൻ ഗാന്ധി രാമനായിരുന്നു സംവിധാനം. സത്യനും ഷീലയുമായിരുന്നു പ്രധാന വേഷക്കാർ. MP ശ്രീനിവാസനാണ് ഈ വിമോചന സമരത്തിലെ സംഗീത സംവിധായകൻ. പാഴ്സൽ സർവീസ് രംഗത്തെ പ്രശസ്തരായ KTC, കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ആ ഗ്രൂപ്പിലെ PV ഗംഗാധരൻ, ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ്, കൽപ്പ റിലീസ് എന്നൊക്കെ പറഞ്ഞ പിന്നീട് വമ്പൻ ബാനറായി മാറിയ
സിനിമ നിർമ്മാണ വിതരണ കമ്പനി തുടങ്ങി. ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് വരികയാണ്. കോഴിക്കോട്ടുകാരനായ ഹരിഹരൻ സംവിധാനം, കോഴിക്കോട്ടുകാരനായ KT മുഹമ്മദ് തിരക്കഥ എഴുതും. സംഗീതം കൊടുക്കുന്നത് ജന്മന അന്ധനായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയ എത്രയോ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായിട്ടുണ്ട് ഹിന്ദിയിൽ. രവീന്ദ്ര ജെയിൻ അദ്ദേഹമാണ് സുജാതയ്ക്ക് വേണ്ടി മലയാളത്തിൽ ആദ്യമായിട്ട് സംഗീത സംവിധാനം നിർവഹിക്കാൻ വന്നത്. ഹരിഹരനല്ലേ, സ്വാഭാവികമായിട്ടും ഗാനരചന മങ്കൊമ്പിന് കിട്ടി. 4 പാട്ടുകളുണ്ട്. സുജാതയ്ക്കായി രവീന്ദ്ര ജെയിനും മങ്കൊമ്പും കൂടി 4 പാട്ടുകളുണ്ടാക്കി. 4 പാട്ടും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ആശ്രിത വത്സലനെ കൃഷ്ണ എന്നുള്ള ഭക്തിഗാനം ഹേമലത എന്ന് പറഞ്ഞ ഗായികയാണ് പാടിയത്. സ്വയംവര ശുഭദന മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞ പാട്ട് ആശാ ഭോസ്ലെ പാടി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയെ എന്നുള്ള പാട്ട് യേശുദാസ് പാടി. 4ാമത്തെ പാട്ടാണ് സൂപ്പർ ഹിറ്റായി ഇന്നും കാലാതിവർത്തിയായി നിൽക്കുന്ന കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിച്ച സൗന്ദര്യമേ. ആ പാട്ട് എക്കാലത്തെയും സൂപ്പർ ഹിറ്റാണ്. 4 ഹിറ്റുകളായെങ്കിലും കാളിദാസൻ്റെ കാവ്യഭാവന 1ാം നിരയിലാണ് ഇന്ന് നിൽക്കുന്നത്. വസന്ത സുഗന്ധത്താൽ അന്തരംഗത്തിൽ മധുമഞ്ജുഷ നൽകും അനുരാഗമേ, എന്റെ പ്രഭാതങ്ങൾ കഴകുകൂട്ടി നീ, എന്റെ പ്രദോഷങ്ങൾ കിളമ കൂട്ടി. കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിച്ച സൗന്ദര്യമേ, കാളിദാസന്റെ കാവ്യഭാവനയെ. MS ബാബുരാജ് എന്ന ഹതഭാഗ്യനായ സംഗീത സംവിധായകൻ മങ്കൊമ്പിനെന്നും നോവുന്ന ഓർമ്മകളാണ്. മദ്യത്തിന് അടിമപ്പെട്ടുപോയ ബാബുക്കയുടെ മാസ്മര ശക്തിയുള്ള വിരലുകൾ ഹാർമോണിയം വായിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ആലാപനവും കണ്ടിട്ടുള്ള മങ്കൊമ്പ് ഞരമ്പുകൾക്ക് തളർച്ച ബാധിച്ച് ഹാർമോണിയത്തിൽ വിരലുകൾ മീട്ടാൻ പറ്റാതെ വിഷമിക്കുന്ന ബാബുക്കയും മങ്കൊമ്പ് കണ്ടിട്ടുണ്ട്. ഹരിഹരൻ്റെ യാഗാശ്വം എന്ന സിനിമയ്ക്കായി ബാബുരാജ് ഈണമിട്ട 3 പാട്ടുകളാണ് അദ്ദേഹം അവസാനമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. ആ 3 പാട്ടുകൾ എഴുതിയത്, യാഗാശ്വത്തിലെ പാട്ടുകൾ എഴുതിയത് മങ്കൊമ്പായിരുന്നു. വെളിച്ചം വിളക്കണച്ചു, രാത്രിയെ വെണ്ണിലാവും കൈവിടിഞ്ഞു എന്ന മങ്കൊമ്പിൻ്റെ പാട്ടാണ് അവസാനമായി ബാബുരാജ് യാഗാശ്വത്തിനു വേണ്ടി ഈണമിട്ടത്. അത് അറം പറ്റിയ പോലെയായി എന്ന് മങ്കൊമ്പ് സ്വകാര്യമായി പലരോടും പറയുമായിരുന്നു. ഇത് നമ്മുടെ പാട്ടുകൾ റിവ്യൂ ചെയ്യുന്ന രവിമേനൻ പറഞ്ഞിട്ടുണ്ട്. രവിമേനോട് മങ്കൊമ്പ് പറഞ്ഞിരുന്നു, എൻ്റെ വരികൾ ഒരു എന്താ പറയുക അറം പറ്റിയതുപോലെ ആയോ എന്ന്. കാരണം വെളിച്ചം വിളക്കണച്ചു എന്നാണല്ലോ എഴുതിയത്. K. സുകുമാരൻ നായർ എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ടായിരുന്നു മലയാളത്തിൽ. അദ്ദേഹം സംവിധാനം ചെയ്ത് 1979 പുറത്തു വന്ന സിനിമയാണ് ഇനിയെത്ര സന്ധ്യകൾ. മധുസാറും സത്താറും ജയഭാരതിയും മുഖ്യവേഷത്തിൽ വന്ന ചിത്രമായിരുന്നു. ഞാൻ അക്കാലത്ത് എനിക്ക് തോന്നുന്നു വീട്ടിലറിയാതെ സിനിമ കാണുന്ന കാലമാണ്. ഞാനൊരു മാറ്റിനി ഷോ ശ്രീപത്മനാഭിൽ കണ്ട പടമാണ് ഇനിയെത്ര സന്ധ്യകൾ. ഈ സിനിമ ഇന്ന് ഓർക്കപ്പെടുന്നത് ദേവരാജ മാഷിൻ്റെ സംഗീതത്തിൽ മങ്കൊമ്പെഴുതിയ ഒരു പാട്ടിലൂടെയാണ്. നല്ല പാട്ടല്ലേ? ദേവരാജ മാഷിനെ പരിചയപ്പെട്ട ഒരു കഥ കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. 1960 കാലഘട്ടമാണ്. ഗ്രന്ഥലോകം മാസികയുടെ വർക്കുമായി തിരുവനന്തപുരത്ത് ജീവിക്കുകയാണ് 20-23 വയസ്സുള്ള മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. K. ബാലകൃഷ്ണൻ, നമ്മുടെ കൗമുദി ബാലകൃഷ്ണൻ്റെ കൗമുദിയിൽ സിനിമാ നിരൂപണം അക്കാലത്ത് മങ്കൊമ്പ് എഴുതുമായിരുന്നു. വയലാർ രാമവർമ്മയുടെ പാട്ടുകളിലെ ഈശ്വര നിഷേധത്തെക്കുറിച്ച് ഒരു ലേഖനം കൗമുദിക്ക് എഴുതി കൊടുത്തു. ലേഖനം വായിച്ച K. ബാലകൃഷ്ണൻ ഉള്ളടക്കം വയലാറിന് പറഞ്ഞു കൊടുത്തു. വയലാറിനും വലിയ സന്തോഷമായി. സിനിമാ ലേഖനങ്ങൾ എഴുതുന്ന നാട്ടുകാരനായ പയ്യനെ വയലാറിനറിയാം. ഈശ്വര നിഷേധമാണല്ലോ ചർച്ചാ വിഷയം. എന്നാൽ അതേ ഫ്ലേവറിൽ ഞാനൊരു കവിത കൂടി തരാം എന്നായി വയലാർ. ജലവിഭ്രാന്തി എന്ന് പറഞ്ഞ കവിത വയലാർ എഴുതി കൊടുത്തു. ആ കവിതയും മങ്കൊമ്പിൻ്റെ വയലാറിൻ്റെ ഈശ്വര നിഷേധം ഗാനങ്ങളിൽ എന്ന ലേഖനവും ചേർത്ത് കൗമുദിയിൽ അടിച്ചു വന്നു. ഈ സമയം വിപ്ലവകാരികളിൽ പാട്ടെഴുതാൻ
വയലാർ രാമവർമ്മ തിരുവനന്തപുരത്ത് തമ്പാനിലുള്ള അരിസ്റ്റോ ലോഡ്ജിലുണ്ട്. ജനയുഗത്തിൽ വന്ന മധുരം 17 എന്ന കവിത വയലാറിനെ കാണിക്കാനായി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അരിസ്റ്റോ ഹോട്ടലിൽ ചെന്നു. ഈ മധുരം 17 എഴുതിയത് മങ്കൊമ്പാണ്. സ്നേഹവാത്സല്യത്തോടെ മങ്കൊമ്പിനെ വിളിച്ചിരുത്തി കൊടുത്ത കവിത വയലാർ വായിച്ചു. ചില നിർദ്ദേശങ്ങൾ പയ്യന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലാരോ മുട്ടുന്നു. വയലാർ ചോദിച്ചു, ആരാ? ഞാനാണ്, അരിച്ചെട്ടിയാർ എന്ന് ചിലമ്പിച്ച ശബ്ദത്തിൽ പുറത്തുനിന്ന് പറഞ്ഞു. വാതിൽ പൂട്ടിയിട്ടില്ല, തുറന്നു വന്നോളൂ എന്നായി വയലാർ. ഒരു സാധാരണയിലും സാധാരണക്കാരനായ ഒരു അണ്ണാച്ചി ലുക്കിൽ ഈ അരിച്ചെട്ടിയാർ കയറി അകത്തു വന്നു. ഭവ്യതയോടെ നിന്നിട്ട് പറഞ്ഞു, വരാനങ്ങ് പറഞ്ഞിരുന്നല്ലോ, അരി കൊണ്ട് വന്നിട്ടുണ്ട്. ചെട്ടിയാർ പറഞ്ഞു. ശബ്ദം അല്പം കടുപ്പിച്ച് വയലാർ പറഞ്ഞു, അരിയൊന്നും വേണ്ട, കൊണ്ടുപോകാൻ സൗകര്യപ്പെടില്ല. കൊല്ലത്ത് നിന്നും കാറിലെടുത്തിടാം, എന്തായാലും ചോദിച്ചതല്ലേ, കൊണ്ടുപോയേ പറ്റൂ എന്നായി വന്ന ചെട്ടിയാർ. അണ്ണാച്ചിയെ ഒന്നൊഴിഞ്ഞു നോക്കി വയലാർ മങ്കൊമ്പിനോട് ചോദിച്ചു. അല്ല, വയലാർ മങ്കൊമ്പിനോടല്ല, മങ്കൊമ്പിനെ നോക്കിയിട്ട് അണ്ണാച്ചിയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് വയലാർ ചോദിച്ചു, ഇയാൾ ആര്? അന്നദാതാവായ പൊന്നു തമ്പുരാനോ? ഉറപ്പായും ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് മങ്കൊമ്പ് ഉറപ്പിച്ചു. വയലാർ ഈ അണ്ണാച്ചിയെ തല്ലും എന്ന് മനസ്സിലായി. കാരണം ഒട്ടും വയലാറിന് ഇഷ്ടപ്പെട്ടില്ല അയാളുടെ പെരുമാറ്റം. ഇങ്ങനെ പയ്യൻ മങ്കൊമ്പ് കാത്തിരിക്കുമ്പോൾ വയലാർ ടോൺ മാറ്റി. എന്നിട്ട് ഇയാളുടെ അണ്ണാച്ചിയോട് ഉടക്കിക്കൊണ്ട് നിന്ന ടോൺ മാറ്റിയിട്ട് മങ്കൊമ്പിനോട് ചോദിച്ചു, ഇതാരാണെന്ന് മനസ്സിലായോ? അരിച്ചെട്ടിയാർ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് മങ്കൊമ്പ് ഇല്ല എന്ന് തലയാട്ടി. ഇതാണ് സാക്ഷാൽ പറവൂർ ജി ദേവരാജൻ. ശരിക്കും മങ്കൊമ്പ് ഞെട്ടുക സ്വാഭാവികം. KPSC നാടകഗാനങ്ങൾ കേട്ട കാലം മുതൽ ഒരിക്കലെങ്കിലും, ഒരേ ഒരു തവണയെങ്കിലും ജീവനോടെ കാണണം എന്ന് മങ്കൊമ്പ് ആഗ്രഹിച്ച മഹാനായ കലാകാരനായിരുന്നു അരിച്ചെട്ടിയാരായിട്ട് കയറി വന്നത്. മങ്കൊമ്പ് ചാടി എണീറ്റ് ദേവരായ മാഷിൻ്റെ കാൽ വീണ് മാപ്പ് ചോദിക്കും പോലെ, എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതിന് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ കാലിലേക്ക് വീണു. ആ കാഴ്ച കണ്ട വയലാറും ദേവരാജനും പൊട്ടി ചിരിച്ചു. കവിതയുടെ അസ്കിത ഉണ്ടല്ലേ എന്ന് ദേവരായ മാഷ് ആദ്യമായിട്ട് മങ്കൊമ്പിനോട് ചോദിച്ചത് ഈ ചോദ്യമാണ്. കവിതയുടെ അസ്കിത ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. മാഷിനായി മങ്കൊമ്പ് ആദ്യം എഴുതിയത് N. ശങ്കരൻ നായർക്കായി പോക്കറ്റടിക്കാരി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ പടം മുടങ്ങിപ്പോയി. വിറയാർന്ന കൈകൾ കൊണ്ട് എഴുതിയ പേപ്പർ, ആദ്യമായിട്ട് എഴുതിയ പാട്ട് ദേവരാജ മാഷിനെ വിറച്ചോണ്ട് ഏൽപ്പിച്ചു. മുഴുവൻ മാഷ് മനസ്സിരുത്തി വായിച്ചു. അർത്ഥഗർഭമായി ഒന്ന് മൂളി എന്ന് മൂളി ചെറു ചിരിയോടെ പറഞ്ഞത്, കമ്പാർട്ട്മെൻറ്റ് മാറി കയറിയ ആളാണല്ലേ, പേടിക്കണ്ട, എന്തായാലും ഒരു സീറ്റ് കിട്ടും. അതായത് പത്രപ്രവർത്തന രംഗത്ത് നിന്നും കവിത എഴുത്തിൽ നിന്നും പാട്ടെഴുത്തിലേക്ക് വന്നതാണ് എന്ന് ചോദിക്കുന്നതിന് പകരമാണ് ചോദിച്ചത്, കമ്പാർട്ട്മെൻറ്റ് മാറി കയറി വന്നതാണല്ലേ, ഒരു സീറ്റ് കിട്ടും. ഇതാണ് ആദ്യ പാട്ട് വായിച്ച് നോക്കിയിട്ട് ദേവരാജ മാഷ് പറഞ്ഞ കമൻറ്റ്. ഈ പ്രോഗ്രാമിൽ ഞാനിപ്പോൾ മോഹൻലാലും പ്രിയയും അഭിനയിച്ച ആലപ്പി ഷർവ് സംവിധാനം ചെയ്ത നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. അതിൽ കണ്ണൂർ രാജൻ ഈണമിട്ട് മങ്കൊമ്പ് സംഗീതം നൽകി ജാനകിമി പാടിയ ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ എന്നുള്ള മനോഹരമായ പാട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. ആഷാഢമാസം ആത്മാവിൽ മോഹം എന്ന് പറഞ്ഞ യുദ്ധഭൂമിക്ക് വേണ്ടി AR റഹ്മാൻ്റെ അച്ഛൻ RK ശേഖർ സംഗീതം നൽകിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. ഒരു പുന്നാരം കിന്നാരം എന്ന് പറഞ്ഞ ബോയിങ് എന്ന് പറഞ്ഞ പടത്തിലേക്ക് വേണ്ടി രഘുകുമാർ സംഗീതം നൽകിയ ഒരു പാട്ടുണ്ട്. രാജസൂയം കഴിഞ്ഞു എന്നുള്ള അമ്മിണി അമ്മാവനിലെ പാട്ട് ദേവരാജ മാഷ് സംഗീതം കൊടുത്തത്. ഗംഗയിൽ തീർത്ഥമാടിയ എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞ പടത്തിലേക്ക് MS വിശ്വനാഥൻ സംഗീതം നൽകിയത് അടക്കം ഒരുപാട് ഗാനങ്ങൾ ഇനിയും പറയാനുണ്ട്. ഒരുപാട് സൂപ്പർ ഹിറ്റായ ഗാനങ്ങൾ എഴുതിയ ആളാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. കേണലും കളക്ടറും എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ശ്രീകോവിൽ ചുമരുകൾ ഇടിഞ്ഞു വീണു എന്നൊരു മനോഹര ഗാനമുള്ളത്. അത് മങ്കൊമ്പിൻ്റേതായിരുന്നു. ദേവരാജ മാഷായിരുന്നു സംഗീതം. 500ഓളം പാട്ടുകൾ, ഏതാണ്ട് 70-80 സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം എഴുതി. പുതിയ തലമുറ വന്നപ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി.
തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഉണ്ടാകുന്ന വലിയ വലിയ സിനിമകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുന്നത്, പാട്ടും അതിൻ്റെ സംഭാഷണവും എല്ലാം മൊഴിമാറ്റം നടത്തി ഒരു പടം പൂർത്തിയാക്കി കൊടുക്കുന്ന പണിയായിരുന്നു അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് മലയാള പടം കൊണ്ടുപോയിട്ട് തെലുങ്കിലും കന്നഡയിലും ഒക്കെ മൊഴിമാറ്റി കൊടുക്കുന്നതും അദ്ദേഹമായിരുന്നു. മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് ഹൃദയംഗമായ ഹൃദയാഞ്ജലി നേരാം എന്നല്ലാതെ ഒരു വലിയ നഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വേണ്ട പോലെ മലയാള സിനിമ ഉപയോഗിച്ചില്ല എന്ന് പറയാം. ഞാൻ ഈ ലേഖനം തയ്യാറാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചപ്പോൾ കുറേ എന്താ പറയുക, തിയേറ്ററുകളിൽ എത്താത്തതും തിയേറ്ററിൽ എത്തിയിട്ട് ഒരു ദിവസം 2 ദിവസം ഓടിയ പടങ്ങളിലാണ് അദ്ദേഹം ഏറെയും പാട്ടുകൾ എഴുതിയത്. ജനപ്രിയമായ സിനിമകൾക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു. നമ്മൾ അർഹിക്കുന്ന രീതിയിൽ എന്താ പറയുക, അദ്ദേഹത്തെ കൊണ്ട് മലയാള സിനിമ അദ്ദേഹത്തെ ഉപയോഗിച്ചില്ല എന്ന് പറയാം. എന്നാലും നാടൻ പാട്ടിൻ്റെ മടിച്ചില കിലുങ്ങും നാട്ടിൻ പുറത്തൊരു യുവതി എന്നുള്ള പാട്ടോ കാളിദാസൻ്റെ ഭാവനയോ ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോഴോ ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, മങ്കമ്പു ഗോപാലകൃഷ്ണൻ എന്നൊരു ഗാനരചയിതാവ് മലയാള സിനിമയിലുണ്ടായിരുന്നു എന്ന് ഓർക്കും, ആരായാലും ഓർക്കും എന്നുള്ളൊരു കയ്യൊപ്പ് ചാർത്തിയിട്ട് തന്നെയാണ് അദ്ദേഹം 78ാമത്തെ വയസ്സിൽ വിട പറഞ്ഞത്. ഒരു വീഴ്ചയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. മരിക്കാനൊരു കാരണം എപ്പോഴും വേണമല്ലോ. എന്തായാലും എനിക്ക് ഒരു മലയാളത്തിലെ വലിയൊരു ചാനലിൽ സീരിയൽ ശരിയാക്കി തരാമെന്ന് ഉറപ്പ് തന്ന ആ വലിയ കലാകാരൻ ഇത്ര വേഗം പോകുമെന്ന് കരുതിയതല്ല. മങ്കമ്പു ഗോപാലകൃഷ്ണ സാറിന് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിൻ്റെ ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.